ഗൈഡിൻ്റെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി വരുന്ന 9 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ സോഷ്യൽ സയൻസിലെ ഫുൾ ചാപ്റ്റേഴ്സ് എങ്ങനെ റിവിഷൻ ചെയ്യണം എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണിത്. അതായത് നമുക്ക് 24-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങൾ ഏതാണ്ട് നാളെ തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ 9 ദിവസമുണ്ട്. ഈ 9 ദിവസം കൊണ്ട് സോഷ്യൽ സയൻസിലെ മുഴുവൻ ചാപ്റ്റേഴ്സും ഒരു തവണ ഒന്ന് ഓടിച്ചു നോക്കി കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് നോക്കാനായിട്ട് ഏത് പ്ലാനാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്കൊരു റെഫറൻസ് തരിക എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ക്ലാസ് കൂടുതൽ വാചടിച്ച് സമയം കളയുന്നതിന് നേരെ കാര്യത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ എഫക്റ്റീവായിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്ന്, നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുന്നത് എപ്പോഴും ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം. അതായത് ടി വിയുടെയോ മൊബൈലിൻ്റെയോ ഒന്നും പ്രസൻസ് ഉണ്ടാവരുത്. എന്ത് ചെയ്യണം, ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലം ചൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ കയ്യിലൊരു പേപ്പറും പേനയും കരുതുക. എപ്പോഴും ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ട്, അതായത് ഷോർട്ട് നോട്ടുകൾ നിർമ്മിക്കാനായിട്ട് മറക്കരുത്. അതായത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു പേപ്പറും പേനയും ഉണ്ടാവണം. പഠിക്കുന്ന കാര്യങ്ങൾ ഷോർട്ട് നോട്ടുകൾ പോയിന്റ് ആയിട്ട് ഇവിടെ ശ്രദ്ധിക്കണം. ഷോർട്ട് നോട്ട് എന്ന് വെച്ചാൽ ടെക്സ്റ്റ് കിടക്കുന്ന കാര്യങ്ങൾ അതുപോലെ എഴുതിയെടുക്കുക എന്നുള്ളതല്ല. പോയിന്റ് ആയിട്ട് എന്ത് ചെയ്യണം, ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലൈൻസ് മാത്രം കൂടെ എഴുതി പൊക്കോളണം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ബ്രേക്ക് എടുക്കണം. എപ്പോഴും ബ്രേക്ക് എടുക്കുക എന്ന് വെച്ചാൽ ഒരു 20 മിനിറ്റ് കണ്ടിന്യൂസ് പഠിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് ഉറപ്പായിട്ടും ബ്രേക്ക് എടുക്കുക. രാത്രിയുള്ള ഉറക്കം നിങ്ങൾ ഒരു കാരണവശാലും കുറയ്ക്കരുത്. എക്സാം എടുക്കുന്നു എന്ന് വെച്ച് ഉറക്കം കളയരുത്. മിനിമം ഒരു 6 മണിക്കൂർ ടു 7 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങണം. ഹൈഡ്രേറ്റഡ്, ചൂട് സമയമാണ്, വെള്ളമൊക്കെ കുടിച്ച് നല്ല ഹെൽത്തി ആയിട്ടിരുന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, പഠിക്കാനായി. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് 24-ാം തീയതി എക്സാം തുടങ്ങുന്നു എന്നൊരു ഇതിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പ്ലാൻ നിങ്ങൾക്ക് പറയുന്നത്. ഇത് സോഷ്യൽ സയൻസ് എന്ന വിഷയത്തിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഡെയിലി നമ്മൾ ഒട്ടും അറിയാത്ത സോഷ്യൽ സയൻസ് നല്ല ടഫായിട്ടുള്ളൊരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ ഒരു 1 to 2 മണിക്കൂർ എടുക്കാം. അല്ലെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, 1 മണിക്കൂർ താഴെ മാത്രം മതി. നന്നായിട്ട് പഠിച്ചൊരു കുട്ടിക്ക് റിവിഷൻ എന്ന ഇത് മാത്രം നമ്മൾ എടുത്താൽ 30 മിനിറ്റ് താഴെ നമുക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്താൽ മതി. മൊത്തം 16 ചാപ്റ്ററുകൾ പരീക്ഷയ്ക്കുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി നമ്മളെ ടേം 1 എക്സാമിന് പഠിച്ചതാണ്. അപ്പോൾ ജസ്റ്റ് റിവിഷൻ മാത്രം നമുക്കിവിടെ മതിയായിരിക്കും. ഫസ്റ്റ് ചാപ്റ്റേഴ്സ് അല്ലേ, സോഷ്യൽ സയൻസ് 1-ലെയും 2-ലെയും ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി പോവുക. അപ്പോൾ ഷോർട്ട് നോട്ട്സിൽ നിങ്ങൾക്ക് ഒന്നുകിൽ നമ്മുടെ ചാനലിൽ നമ്മൾ ഷോർട്ട് നോട്ട്സും അതുപോലെ തന്നെ നമ്മുടെ ഇലോബറേറ്റഡ് ആയിട്ടുള്ള നോട്ട്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റെഫറൻസ് നിങ്ങൾക്ക് എടുക്കാം. ഏറ്റവും നല്ലത് നിങ്ങൾ തന്നെ ഒരു പേപ്പർ എടുത്ത് കൈ വയ്ക്കുക, വായിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന പോയിന്റ് മാത്രം എന്ത് ചെയ്യുക, ഒന്ന് എഴുതി പോവുക. 1-2 പേപ്പറിനകത്ത് എന്ത് ചെയ്യണം, അത് ചുരുക്കണം. അല്ലാതെ 5 പേപ്പർ ടെക്സ്റ്റ് ബുക്കിൽ അത്രയും പേജ് തന്നെ അത്രയും നോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്, എഴുതി സമയം കളയാനല്ല ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മാത്രം നോട്ട് ചെയ്ത് പോവുക. ഡേ 1 നാളെ. ഡേ 2 ആകുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 2 ചാപ്റ്റേഴ്സ് ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിനും അതുപോലെ തന്നെ ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേജസും പഠിക്കുന്നതിനോടൊപ്പം തന്നെ തൊട്ട് മുമ്പത്തെ ദിവസം എഴുതിയ നിങ്ങളുടെ നോട്ടുണ്ടല്ലോ, ഏതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത ഷോർട്ട് നോട്ട് ഉണ്ടല്ലോ, ആ നോട്ട് ഒരു 10 മിനിറ്റ് സമയം കൊടുത്തേക്കുന്നത് വേണ്ട. നമുക്ക് എന്ത് മതി, ഒരു 5 മിനിറ്റ് താഴെ മതി. ഒന്ന് ഓടിച്ച് എന്ത് ചെയ്യണം, ഒന്ന് നോക്കണം ഏതെങ്കിലും പോയിന്റ് മറന്നു പോയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് റിവൈസ്. ഡേ 3 ആകുമ്പോഴത്തേക്കും നമ്മൾ ലാൻഡ് ഗ്രാൻഡ് സൊസൈറ്റിയുടെ ഒക്കെ ഷോർട്ട് നോട്ട്സ് നമ്മുടെ ചാനലിലുണ്ട്, ഞാൻ വീണ്ടും എടുത്ത് പറയണ്ടല്ലോ. പ്ലേറ്റ് ടു എർത്ത് ഹിസ്റ്ററി സ്ലംബേഴ്സും എന്ത് ചെയ്യാം, ഓടിച്ചു നോക്കാം. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, ആദ്യത്തെ 2 ദിവസം പഠിച്ച ചാപ്റ്റേഴ്സിൻ്റെ നോട്ടുകൾ, ഷോർട്ട് നോട്ടുകൾ എടുത്തൊന്ന് ഓടിച്ചു നോക്കിയിട്ട് എല്ലാ പോയിൻറ്റും ഓർമ്മയുണ്ടോ എന്ന് മാത്രം നോക്കുക. ഒരുപാട് സമയം അതിനുവേണ്ടി കളയരുത്. 10 മിനിറ്റ് മാക്സിമം. അതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ച ആ 2 ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്ന പ്രീവിയസ് ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് ഓരോ ചാപ്റ്റേഴ്സും ബേസ് ചെയ്തിട്ടുള്ള ചാൻസ് ഉള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ എൻ്റെ ചാനലെന്നല്ല, നിങ്ങൾ ഏത് ചാനലിൽ നിന്ന് ആയിക്കോട്ടെ, എവിടെ നിന്ന് വേണമെങ്കിലും ആയിക്കോട്ടെ, ലേബർ ഇന്ത്യ ആയിക്കോട്ടെ, ഏത് മാസിക ഏതായാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരെണ്ണം സെറ്റ് ചെയ്ത് വച്ചേക്കണം. നിങ്ങളുടെ കയ്യിൽ മിനിമം ഒരെണ്ണമെങ്കിലും ഉണ്ടാവണം. അത്രയും ഞാൻ പറയുന്നുള്ളൂ, മിനിമം ഒന്നെങ്കിലും ഉണ്ടാവണം. അപ്പോൾ ആദ്യത്തെ 2 ദിവസം പഠിച്ച് 4 ചാപ്റ്റേഴ്സിൻ്റെ എന്ത് ചെയ്യണം, ചോദ്യങ്ങൾ മാത്രം, ആ ചാപ്റ്റേഴ്സിൻ്റെ ചോദ്യങ്ങൾ മാത്രം ഒന്ന് ഓടിച്ചു നോക്കണം. അപ്പോൾ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നേരെ റിവിഷൻ ഹോട്ടലിലോട്ട് വന്നിട്ട് അതൊന്ന് റിവൈസ് ചെയ്യണം. ഡേ 4 അപ്പോൾ എന്തായിരിക്കും, ഹ്യൂമൻ റിസോഴ്സ് ഫോർ നാഷണൽ ഡെവലപ്മെൻറ്റും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷനും നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആദ്യത്തെ 3 ദിവസത്തെയും ചാപ്റ്റേഴ്സിൽ 15 മിനിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ 15 മിനിറ്റ് എന്ത് ചെയ്യണം, അതൊന്ന് നോക്കാനായിട്ട് വിട്ട് പോകരുത്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയതുകൊണ്ടാണ് കുറച്ച് സമയം മതിയാവും നമുക്കത് എന്ത് ചെയ്യാനായിട്ട്, റിവൈസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇവിടെ റിവിഷനാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഡേ 5 എത്തുമ്പോഴത്തേക്കും നമ്മൾ ഇന്ത്യൻ എക്കോണമി ത്രൂ വേരിയസ് സെക്ടേഴ്സും ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യയും നോക്കണം. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഇതുവരെ പഠിച്ചതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ്, കാണാതെ പഠിക്കുന്ന ഡെഫിനിഷൻസ് ഓർമ്മയുണ്ടോ എന്നൊന്ന് ജസ്റ്റ് നമ്മുടെ ഷോർട്ട് നോട്ട്സ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഡേറ്റുകൾ ഏതെങ്കിലും പഠിക്കണമെങ്കിൽ സെപ്പറേറ്റ് ഒരു പേപ്പർ എടുക്കുക. അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ മാത്രം എഴുതുക. ഇതുവരെ പഠിച്ച ചാപ്റ്റേഴ്സുകൾക്കകത്ത് ഡേറ്റ് വന്നിട്ടുള്ളത് ഏതൊക്കെയാണ്, ആ ഡേറ്റ് മാത്രം എന്ത് ചെയ്യാവുന്ന എഴുതി വയ്ക്കുക എന്നുള്ളതാണ് 5-ാമത്തെ ദിവസം ചെയ്യേണ്ടത്. 6-ാമത്തെ ദിവസം ആകുമ്പോൾ പഠിക്കേണ്ടത് ലാൻഡ് ഓഫ് ചോളാസ് ടു ഡൽഹി, ഫ്രം ദ ലാൻഡ് ഓഫ് ചോളാസ് ടു ഡൽഹി, അതുപോലെ പ്രൈസ് ആൻഡ് മാർക്കറ്റ് എന്ത് ചെയ്യണം,
ക്വിക്ക് റിവിഷൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, എന്ത് ചെയ്യണം, നമ്മൾ എഴുതി വച്ചേക്കുന്ന ഷോർട്ട് നോട്ട് എടുത്ത് മറിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ആ ഡേറ്റിനകത്ത് നമുക്ക് ലാൻഡ് ഓഫ് ചോളാസിനകത്ത് വരുന്നുണ്ടോ, പ്രൈസ് ആൻഡ് മാർക്കറ്റ്, പിന്നെ ഡേറ്റ് വരുന്നില്ല, പക്ഷേ ഇതിനകത്ത് എന്ത് വരുന്നുണ്ട്, ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ നമ്മൾ പറഞ്ഞല്ലോ ഡേ 5 നിങ്ങൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണമെന്ന്. ആ ഡെഫിനിഷൻസ് ഒക്കെ ഒന്ന് എഴുതി തയ്യാറാക്കി വെക്കുക. ഡേ 7 എന്ന് പറയുമ്പോൾ എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻസും ത്രൂ ദ സാൻഡി എക്സ്പാൻസും ആണ്. അപ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് മാപ്പ് ബേസ് ചോദ്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. സാൻഡി എക്സ്പാൻസിൽ നിന്നൊക്കെ മാപ്പ് ബേസ് ചോദ്യങ്ങൾ വരുമെന്ന് നിങ്ങൾക്ക് അറിയാം. തൊട്ട് മുമ്പ് പഠിച്ച ചാപ്റ്റേഴ്സിൽ നിന്നും മാപ്പ് ബേസ് ചോദ്യങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പ്രസിദ്ധീകരണത്തിൽ മാപ്പ് ബേസ് ചോദ്യങ്ങൾ കണ്ടോ, ടേം 1 ടേം 2 ചോദ്യ പേപ്പറുകളിൽ മാപ്പ് ബേസ് ചോദ്യങ്ങൾ ഏത് ഭാഗത്ത് നിന്ന് വന്നു എന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് ആ ഭാഗം നമ്മൾ മാപ്പ് സെറ്റാക്കി എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഡേ 7. ഡേ 8 ആകുമ്പോഴത്തേക്കും ലാസ്റ്റ് ചാപ്റ്ററാണ് ടുവേർഡ്സ് ജനറൽ ന്യൂട്രൽ സ്റ്റേറ്റും അലോങ് ദ കോസ്റ്റും. കവർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏതാണ്ട് നമ്മുടെ പോർഷൻ കംപ്ലീറ്റ് ആയി. പ്രിപ്പയർ ചെയ്ത ഷോർട്ട് നോട്ട്സ് നിങ്ങളുടെ കയ്യിൽ അപ്പോഴത്തേക്കും സെറ്റായിട്ടുണ്ടാകും. ഡേറ്റുകൾ എഴുതിയ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടാകും. ഡെഫിനിഷൻസ്, ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് മാത്രം എഴുതിയ ഡേറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, മാപ്പ് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ ഏത് ഭാഗത്ത് നിന്ന് വരും എന്നുള്ള കാര്യവും നിങ്ങളുടെ കയ്യിലുണ്ടാകും. ഇത്രയും സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജോലി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആ ദിവസം, അതായത് ഫെബ്രുവരി 22 ആവുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും നമുക്ക് മോഡൽ ചോദ്യ പേപ്പർ കിട്ടിത്തുടങ്ങും. നമ്മുടെ ചാനലിലും കിട്ടുന്ന ടൈപ്പ്, കിട്ടുന്ന മുറയ്ക്ക് ഞാൻ എന്ത് ചെയ്യാം, ആ മോഡൽ ചോദ്യ പേപ്പർ അതിൻ്റെ അനാലിസിസ് ഞാൻ കൊടുക്കാം. അതുപോലെ തന്നെ PDF കൊടുക്കാം. നിങ്ങൾ എന്ത് ചെയ്യണം, മോഡൽ ചോദ്യ പേപ്പർ ചെയ്യണം. 9ാമത്തെ ദിവസം ഫെബ്രുവരി 23 ഫൈനൽ റിവിഷൻ ഡേ ആണ്. അന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അന്ന് വരെ പഠിച്ച കാര്യങ്ങൾ എടുത്തൊന്ന് റിവിഷൻ ചെയ്ത് നോക്കുക. കേൾക്കുമ്പോൾ തോന്നും വലിയ കാര്യമാണെന്ന്. ഒന്നുമില്ല. ഇത്രയും ദിവസം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഓടിച്ചു നോക്കാനായിട്ട് 1 മണിക്കൂറിൽ താഴെ മതിയായിരിക്കും. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ ഡേറ്റ്, നമ്മൾ പഠിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ എല്ലാം നോക്കിക്കൊള്ളണം. അതുപോലെ എന്ത് ചെയ്യാം, നോട്ടുകൾ പ്രത്യേകം നോക്കിയിട്ട് എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് ടിക്ക് ചെയ്ത് വയ്ക്കാം. അതാകുമ്പോൾ അത് നമ്മൾ പരീക്ഷയുടെ തലേ ദിവസം ഒന്ന് എടുത്ത് മറിച്ച് നോക്കിയാൽ സോഷ്യൽ സയൻസ് എന്ന വലിയൊരു സിലബസിലുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് സെറ്റായിരിക്കും. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും പ്ലാൻ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, ഹെൽപ്പിംഗ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്നൊരു ഐഡിയ തരിക എന്നുള്ളതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം സോഷ്യൽ സയൻസ് 16 ചാപ്റ്റേഴ്സ്, ഒരുപാട് ടോപ്പിക്കുണ്ട് എനിക്കറിയാം. അതിൽ അവസാനത്തെ ചാപ്റ്റേഴ്സുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി ടേം 1 ടേം 2 എക്സാമിന് പഠിച്ചതാണ്. അപ്പോൾ ഒരു തവണ പഠിച്ച ടോപ്പിക്ക് ഒന്ന് റിവിഷൻ ചെയ്തെടുക്കാനായിട്ട് ഡെയിലി ഞാൻ ഈ പറഞ്ഞ 1 മണിക്കൂർ തന്നെ ധാരാളമാണ്. സോ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ ബെസ്റ്റ്.